ഗ്യാസ് ഉണ്ടാക്കിയ വീഡിയോ കയറണ്ടാ ഞാനാണ് തീരുമാനിക്കുന്നത്. നിനക്ക് ആരെയാണ് എടുക്കണ്ടേ? നിനക്ക് ആരെയാണ് എടുക്കണ്ടേ? നീ ഇറങ്ങണം. നിനക്ക് ആരെ വേണ്ടി നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊക്കെ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലായിരിക്കണം. ഒരു പോലീസ് ജീപ്പ് നടുറോഡിൽ തടഞ്ഞിട്ട് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ എസ്ഐയെ പച്ചയ്ക്ക് തെറിവിളിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം, പിന്നെ എന്തിനാ പോലീസ് ഏമാനെ നിങ്ങളുടെ അരിയിൽ ആ തോക്ക് തൂക്കിയിട്ടിരിക്കുന്നത്? എടുത്തൊന്ന് താങ്ങിക്കൂടെ? നഗരൂരിലാണ് ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം. വീണ ജോർജുമായി ബന്ധപ്പെട്ട സംഭവം. ഇതിനെ തുടർന്ന് വ്യാപകമായി ഇടതുപക്ഷ കേന്ദ്രങ്ങൾ അക്രമം അഴിച്ചുവിട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായിരുന്നു നഗരൂരിലും സംഭവിച്ചത്. അവിടെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ അന്ന് തെരുവിലിറങ്ങി. പുതുയുഗയാത്രയുടെ കോൺഗ്രസ് ഫ്ലെക്സുകൾ വഴിനീളെ അതൊക്കെ എടുത്ത് അവർ നശിപ്പിച്ച് തകർത്തെറിഞ്ഞു. ഈ സംഭവത്തിൽ ഡിവൈഎഫ്ഐ ഗുണ്ടകൾക്ക് നോട്ടീസ് നൽകാൻ എത്തിയതായിരുന്നു പോലീസ് സംഘം. ഇതിൽ പ്രകോപിതരായി അവർ നടുറോഡിലിട്ട് അക്ഷരാർത്ഥത്തിൽ പോലീസിന് നേർക്ക് സമാനതകളില്ലാത്ത ആക്രമണം, പോലീസിന് നേർക്ക് മർദ്ദനം വരെ ഇവർ അഴിച്ചുവിട്ടു. ഇക്കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചത്. ഇതിന്റെ തുടർച്ചയായി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ CPM-ഉം DYFI-യും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ചില കേന്ദ്രങ്ങളിൽ സംഘർഷം, മറ്റു ചിലയിടങ്ങളിൽ തീവെപ്പ് ഉൾപ്പെടെ വലിയ ആക്രമണമാണ് അവർ അഴിച്ചുവിട്ടത്. നഗരൂരിലെ കോൺഗ്രസ് ഫ്ലെക്സ് ബോർഡുകൾ തകർക്കപ്പെട്ടതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ പരാതിയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തതിന്റെ ഭാഗമായി പ്രതികൾക്ക് നോട്ടീസ് നൽകാൻ പോലീസ് ഈ പ്രതികളുടെ വീട്ടിലെത്തി. നഗരൂർ SI അടക്കം സഞ്ചരിച്ചിരുന്നു ഈ പോലീസ് വാഹനത്തിൽ. ഈ പോലീസ് വാഹനമാണ് വഴിയിൽ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ തടഞ്ഞു നിർത്തിയത്. പിന്നീട് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവർഷം. പോലീസ് ഉദ്യോഗസ്ഥരോട് തുടർച്ചയായി മോശമായി അവർ പെരുമാറി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രകോപിതരായി SIയെ അടക്കം ആക്രമിക്കാൻ ശ്രമിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കേസുണ്ടാക്കിയവന്റെ വീട്ടിൽ നിനക്ക് കയറണ്ടേ? ഞാനാടാ ഇവിടെ തീരുമാനിക്കുന്നേ. നിനക്ക് ആരെയാടാ അടിക്കേണ്ടത്? ഇറങ്ങടാ. നിനക്ക് ആരുടെ വീട്ടിലാടാ കയറേണ്ടത്? ഇറങ്ങടാ, നീ ഇറങ്ങടാ. മാ ത എന്ന് തുടങ്ങി സർവമാന പ്രയോഗങ്ങളും. കേരളത്തിന്റെ തലസ്ഥാനത്ത് നഗരൂർ നടുറോഡിലാണ് പോലീസ് സംഘത്തെ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കുന്നത് എന്നോർക്കുക. പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ വൈറലാണ്. ഇത് കണ്ട ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി നിൽക്കുന്നു. ത്രിപുരയിലും ബംഗാളിലുമൊക്കെ സംഭവിച്ച അതേ കാര്യങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലമായി പോലീസിന് നേർക്ക് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ നടത്തുന്ന ആക്രമണത്തിന്റെ തുടർച്ചയാണ് നഗരൂരിൽ നമ്മൾ കാണുന്നത്. നീ ഇവിടെ ഇരിക്കില്ല എന്നാണ് SIയോട് ഇവർ കൽപ്പിക്കുന്നത്. എവിടെയായാലും ഞാൻ ഇരുന്നോളാം, നീയാണോ എന്നെ അവിടെ ഇരുത്തിയത്? നീയാണോ എനിക്ക് ജോലി വാങ്ങിത്തന്നത് എന്നൊക്കെ SI തിരികെ ചോദിക്കുന്നുണ്ട്. വളരെ മര്യാദയുടെ ഭാഷയിലാണ് SIയുടെ പ്രതികരണം. എന്നാൽ മറുഭാഗത്ത് അങ്ങനെയല്ല. സാറ് മാനം മര്യാദയ്ക്ക് തന്നെ ജോലി ചെയ്താൽ മതി കേട്ടോ. സാറ് കാണിക്കുന്നത് ശരിയായ രീതിയാണോ എന്ന് ചിന്തിച്ചാൽ മതി. കൊലപാതക കേസിലെ പ്രതിയൊന്നുമല്ലല്ലോ ഇങ്ങനെ വന്ന് ഷോ കാണിക്കാൻ. എന്തായാലും ചില സ്ഥലങ്ങളിൽ ആ സംഘത്തിൽപ്പെട്ട 1-2 പേർ സാർ എന്നൊക്കെ ചേർക്കുന്നുണ്ട്. എന്നാൽ അപ്പുറത്ത് മായും തായും അരങ്ങ് തകർക്കുന്നു. നോട്ടീസ് തരാൻ വേണ്ടിയാണ് വന്നത്, അല്ലാതെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല. SIയുടെ മര്യാദയ്ക്കുള്ള വിശദീകരണം. അപ്പോൾ മറുവശത്തു നിന്ന് ഞാൻ കാണിച്ചു തരാം. സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതിൽ പ്രകോപിതരായാണ് സംഘം ആക്രമിച്ചതെന്ന് വ്യക്തം. പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തി ഇത്തരമൊരു ആക്രമണം നടത്താൻ ഇവർക്ക് എവിടെ നിന്ന് ഇത്ര ധൈര്യം കിട്ടി? CPM-ന്റെ ഉന്നതങ്ങളിൽ നിന്നുള്ള അനുമതിയില്ലാതെ എങ്ങനെ ഒരു DYFI സംഘം പോലീസ് സംഘത്തെ ഇങ്ങനെ നടുറോഡിലിട്ട് ആക്രമിക്കും? പോലീസ് പ്രവർത്തകരുടെ വീട്ടിലെത്തി അതിക്രമം കാട്ടി എന്നാണ് DYFI ആരോപിക്കുന്നത്. SHO ഉൾപ്പെടെയുള്ളവർ മോശമായ രീതിയിൽ പെരുമാറി. ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഇപ്പോൾ CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്. നഗരൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധവും അവർ സംഘടിപ്പിച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ വെല്ലുവിളിച്ചതിനും DYFI പ്രവർത്തകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പിന്നാലെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടി പ്രതിഷേധവുമായി ഇറങ്ങിത്തിരിച്ചത്. സംസ്ഥാനത്ത് പോലീസുകാർക്ക് നേരെ CPM, DYFI, SFI പ്രവർത്തകർ നടത്തുന്ന ആക്രമണങ്ങൾ തുടർച്ചയാകുന്നു. കിളിമാനൂരിൽ കോൺഗ്രസിലെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ച സംഭവത്തിൽ പോലീസ് സംഘത്തിന് നേർക്ക് ആക്രമണം നടത്തിയ DYFI ഗുണ്ടകൾക്കെതിരെ ഇപ്പോൾ സംസ്ഥാനത്ത് അതിശക്തമായ പ്രതിഷേധമുയരുന്നു.
വെള്ളല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രതീഷ് അടക്കം 9 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ 2 പേർ പിടിയിൽ. വെള്ളല്ലൂർ ജവഹർ ജംഗ്ഷനിൽ ഇന്നലെ വൈകിട്ട് 3:30 മണിക്കായിരുന്നു ഈ സംഭവങ്ങൾ. കാറിലെത്തിയ CPM സംഘം നടത്തിയ തേർവാഴ്ച വീഡിയോയിൽ വ്യക്തമാണ്. നേരത്തെ വെള്ളല്ലൂരിൽ നടന്ന പ്രകടനത്തിനിടയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VR അനന്തകൃഷ്ണുവിനെ ഇവർ കയ്യേറ്റം ചെയ്യുകയും അതിനുശേഷമാണ് ഫ്ലെക്സ് ബോർഡ് നശിപ്പിക്കുകയും ചെയ്തത്. പോലീസിനെതിരെയുള്ള CPM ഗുണ്ടാരാജിന്റെ തുടർച്ചയാണ് നമ്മൾ നഗരൂരിലും കാണുന്നത്. നേരത്തെ തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് AR ക്യാമ്പിലെ CPO മിഥുൻ റോയിയെ SFI ഗുണ്ടകൾ അതിക്രൂരമായി ആക്രമിച്ചിരുന്നു. അന്ന് സഹോദരിക്കൊപ്പം മാളിലെത്തിയ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു SFI. എന്നാൽ ഈ സംഭവത്തിൽ SFIക്കാർക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. തിരികെ മിഥുൻ റോയ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കുന്ന വിചിത്ര സംഭവം നമ്മൾ കണ്ടു. വെള്ളറടയിൽ ക്ഷേത്രോത്സവത്തിനിടെ ഗതാഗതം നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ട സബ് ഇൻസ്പെക്ടർ അഭിജിത്തിനെയും CPO ജസീമിനെയും CPM ലോക്കൽ സെക്രട്ടറി പ്രദീപും സംഘവും ക്രൂരമായി മർദ്ദിച്ച മറ്റൊരു സംഭവം. ചുരുക്കത്തിൽ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ഒട്ടും സുരക്ഷിതമില്ലാത്ത കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഈ ആക്ഷേപം ശക്തവുമാണ്. ഭരണകക്ഷി നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ, തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് പോലീസ് പ്രവർത്തിച്ചില്ല എങ്കിൽ കയ്യേറ്റവും മർദ്ദനവും എന്ത് ക്രൂരമാണ്. ഇത്തരം സംഭവങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന് കാട്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവർ പരാതി നൽകിയാലും അവർ തിരിഞ്ഞു നോക്കില്ല. കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പാർട്ടിയുടെ അടിമക്കണ്ണുകളാണ്. അതിക്രൂരമായ ആ സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലും. ഞാനാണ് തീരുമാനിക്കുന്നത്. നിനക്ക് ആരെയാണ് എടുക്കണ്ടേ? നിനക്ക് ആരെയാണ് എടുക്കണ്ടേ? നീ ഇറങ്ങണം. നിനക്ക് ആരെ വേണ്ടിക്കാണ്? നീ ഇറങ്ങി. നീ ഇറങ്ങണം. നീ ആരാ? നീ ആരാ മുളക്കണത്? നീ ആരാ ഉണ്ടാക്കണത്? നിനക്ക് ആരെ വേണ്ടിക്കണം? നിനക്ക് ആരെ വേണ്ടിക്കണം? നിനക്ക് ആരെ വേണ്ടിക്കണം? നിനക്ക് ആരെ കണ്ടേ? നിനക്ക് ആരെ വേണ്ടിക്കണ്ടേ? നിന്നെ വിളിക്കാണ്. നിന്നെ പച്ചക്കല്ലാണ്. നീ എന്തിനുണ്ടാക്കും? നീ എന്തിനുണ്ടാക്കും? നിനക്ക് അടിക്കണേ. നിനക്കുണ്ടാക്കണ്ട. ഞങ്ങള് നീ പറയുമ്പോ ഞാൻ തുറന്നിട്ടില്ല. ഞാനല്ല, നീയാണ് തന്തയില്ലാത്തത്. ഞാനല്ല, നീയാണ് തന്തയില്ലാത്തത്. അത് നീ ആയിരിക്കും. നോമ്പെടുത്ത് എന്റെ അയ്യോ നീ ഒന്നും ഞാൻ എന്തിനാ ഇറങ്ങുന്നത്? നീ പറയുമ്പോ നീ ആര് പറയുമ്പോ ഇറങ്ങാൻ ഞാനാര്? നീ പറയുമ്പോ ഞാനാര്? നീ പറയുമ്പോ ഓടാ നീ നീ ആര് ഇറങ്ങാ? നീ ആര്? നമ്മുടെ ഭാഗത്ത് തന്തയില്ലാത്തത് നീയല്ലേ തന്തയില്ലാത്ത? ഞാനാണ്. നീയല്ലേ തന്തയില്ലാത്തത്? നീ തന്തയില്ലെന്ന് നീ ആര്? നീ ആര്? നീ ആര്? നീ പറയുമ്പോ ഇറങ്ങാൻ ഞാനാര്? ഞാൻ തുറന്നിട്ടിരിക്കല്ലേ?
ഉടുമ്പോ ഇല്ലെന്നുള്ളത് നിന്റെ കാണാം, അത് രണ്ടാമത്തെ കാര്യമല്ലേ. കോട്ടയത്ത് നീ ഉണ്ടാക്കും, നീ ഉണ്ടാക്കണം. വീട്ടിൽ പോയി ചോദിക്കണം. പോട്ടെ What?